അതായത് ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു മോഡൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ഫുൾ ചാപ്റ്റർ മോഡൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. പരമാവധി ബോൾഡായിട്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്താതിരിക്കുക. കാരണം എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ഒരു സമയമല്ല ഇത്. കാരണം എന്തൊക്കെ എക്സ്ക്യൂസ് കണ്ടെത്തി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയാണ് പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സീറ്റാണ് പോകുന്നത്. നമ്മൾക്ക് തന്നെയല്ലേടാ, നമ്മൾ തന്നെയല്ലേ അതിൻ്റെ എല്ലാം ഇതും ഫേസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേറൊരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കേണ്ടതും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡിലേക്ക് പോകേണ്ടതും ഒക്കെ നിങ്ങളാണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രില്യനിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ടുള്ള ഫുൾ ചാപ്റ്റർ മോഡലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാനും ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് പേര് എന്നെ വോയിസ് കോളും ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളിങ്ങനെ വോയിസ് കോൾ ചെയ്യരുത് കേട്ടോ. കാരണം ക്ലാസ്സിനിടയ്ക്കൊക്കെ ആണെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമാവും. കാരണം ചില സമയത്ത് നമ്മളിപ്പോൾ വെപ്രാളത്തിൽ ചിലപ്പോൾ ഫോണിൻ്റെ സൗണ്ടൊക്കെ ഓഫ് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അതെനിക്ക് നല്ല പണിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു. നല്ല രീതിയിൽ മാർക്കൊക്കെ കുറവാണ് എല്ലാവർക്കും. അപ്പോൾ നല്ല രീതിയിൽ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കുമോ ചേച്ചി നീറ്റ്? ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു 200 മാർക്കോ ഒരു 300 മാർക്കോ പോലും കിട്ടത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എടാ ഇന്നത്തെ എക്സാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ആക്കണ്ട. അതിപ്പോൾ ബ്രില്യൻ്റ് തന്നെ നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ എക്സാം നിങ്ങൾ മൈൻഡ് ആക്കണ്ട എന്നുള്ളത്. അപ്പം ഇത്രയും ടഫായിട്ട് ഇപ്പം ഇൻ കേസ് ഇപ്പം നീറ്റ് ഇത്രയും ടഫായിട്ട് വന്നാലും കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയും കേട്ടോ. ഇത്രയും ടഫുള്ള ഒരു എക്സാമിന് ഒരിക്കലും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 650 ഒന്നും ആയിരിക്കത്തില്ല കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങ് ടെൻഷൻ അടിക്കണ്ട. പരമാവധി മൈൻഡ് കൂളാക്കി വെക്കണ്ട. നമ്മൾ ഈ ടെൻഷൻ, അതായത് ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു മോഡൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ഫുൾ ചാപ്റ്റർ മോഡൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡീൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു 10 ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞ ഒരു ഫുൾ ടെക്സ്റ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മറന്നു പോകാനൊക്കെ ഉള്ള ഒത്തിരി പ്രോബബിലിറ്റീസ് ഉണ്ട്. മറന്നു പോകുന്നതും എഴുതി തെറ്റിക്കാനും ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ എക്സാം ടഫും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാവരുടെയും കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എടാ അത് നമ്മൾ ആ ഒരു ഇതിലെടുക്കേണ്ടത്. ഇനിയിപ്പം അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എത്ര മോഡൽ നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതാൻ ഉള്ളൊരു സമയമുണ്ട് നിങ്ങൾക്ക്? ഒരു മാസം ഫുള്ള് നിങ്ങൾ ഇനി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഫുൾ ചാപ്റ്റർ മോഡൽ തന്നെയല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബയോളജിയൊക്കെ മറന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താണ് മറന്നു പോകുന്നത് നമ്മളിങ്ങനെ ഒരു എക്സ്ക്യൂസ് കണ്ടെത്താതെ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എനിക്ക് വയറുവേദന ആയതുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് വെച്ച് മാറാൻ പറ്റുന്നൊരു സമയമല്ലല്ലോ ഇത്. ഫൈനലി എന്തുവാ നമുക്കല്ലേ നഷ്ടം വരുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മളിപ്പം ആരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും, ഇപ്പോൾ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നഷ്ടം വരുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ അത് നോക്കുക. മനസ്സിലായോ? അപ്പം നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തി മുന്നോട്ട് പോകാം. മറന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. ഇപ്പോൾ ബയോളജിയൊക്കെ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല, എനിക്ക് ആ ഒരു ഏരിയ ഓർമ്മ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ആ ഒരു പോർഷൻ്റെ ടെക്സ്റ്റ് അടുത്ത എക്സാമിന് മുന്നേ വായിച്ച് നോക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് റെഫർ ചെയ്ത് നോക്കണം. നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ കുറേ ഫുൾ ചാപ്റ്റർ മോഡൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും തെറ്റിപ്പോവുകയാണെങ്കിൽ മാത്രം ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ ഒരു 10-40 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ ചാപ്റ്റർ മോഡൽ, അതായത് എല്ലാം കൂടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് അടുന്ന് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 10-40 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ പരമാവധി മൈൻഡ് ഇങ്ങനെ കൂളായിട്ട് വയ്ക്കും. നമ്മളിങ്ങനെ ടെൻഷൻ കയറിയിട്ട് ഒരു പ്രയോജനവും ഇല്ലടാ. വെറുതെ നമ്മുടെ അത്രയും സമയം പോവും, നമ്മുടെ ഒരു മനസ്സമാധാനം പോവും. ഇപ്പോൾ ഞാനെന്നൊക്കെ പറയുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ്റെ അൾട്രാ പ്രോ മാക്സ് ആണ്. എൻ്റെ സ്റ്റഡി വ്ലോഗിനിടയ്ക്ക് വരെ ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അയ്യോ അത് പക്ഷെ നമ്മളുണ്ടല്ലോടാ, ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മനുഷ്യ വികാരമാണ്. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് വരണം. അല്ലാതെ ടെൻഷൻ അടിച്ച് എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് അടച്ചു വെച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നമുക്ക് അതിനേ ഉള്ള സമയം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ അതിനിങ്ങനെ ഓവർകം ചെയ്ത് വരണം. നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു റിയലൈസേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ട്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു 5 മിനിറ്റ് പോലും കളയാനുള്ളൊരു സമയമില്ല. ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താനേ പഠിച്ചു പോകും. ഇപ്പോൾ
നിങ്ങളെന്ന് പറയുന്ന ഒരാൾ വരാൻ പോകുന്ന ഫീൽഡെന്ന് പറയുന്നത് MBBS അങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റിൻ്റെ 4 ഇരട്ടി ഉണ്ട് ഒരൊറ്റ ടെക്സ്റ്റ്. മെഡിസിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. മെഡിസിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ പോസ്റ്റിങ്സേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ക്ലാസ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. എൻ്റെ ദൈവമേ, ഈ ടെക്സ്റ്റ് കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇതുപോലെ ഇത് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത്രയും പോർഷനേ കാണത്തുള്ളൂ. ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ളൊരു ടെക്സ്റ്റാണ് ഇത്. മെഡിസിൻ്റെ ഡേവിഡ്സൻ്റെ ടെക്സ്റ്റാണ്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ ഏത് ലെവലിൽ പതറിപ്പോകുന്നു നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അപ്പോൾ പരമാവധി നമ്മൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ഒരു പ്രയോജനം, അതായത് ഇപ്പം നീറ്റിനെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് പിന്നെ വേറെ ആരും കൊണ്ടുപോകത്തില്ല. ഇപ്പോൾ എൻ്റെ റോൾ നമ്പർ 116 ആണ്. എൻ്റെ ക്ലാസ്സിലെ 116 എന്ന് പറയുന്ന എൻ്റെ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സീറ്റ് ഇനി വേറെ ആരും കൊണ്ടുപോകത്തില്ല. അതേസമയം നമ്മളിപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്, അയ്യോ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ? കാരണം അതൊരു ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. നമുക്കിപ്പം ഒരു 300 റാങ്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് നമുക്ക് 300 റാങ്ക് തന്നെ കിട്ടുമെന്നൊരു ഉറപ്പില്ലാത്ത സംഭവമാണ്. കാരണം അതിൻ്റെ ഒരു ഔട്ട്കം ആണല്ലോ നമ്മുടെ നീറ്റിൻ്റെ ഒരു റിസൾട്ട്, റാങ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ഫീൽഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ആരും കൊണ്ടുപോകുമെന്നുള്ളൊരു ടെൻഷനില്ല, പക്ഷെ പഠിക്കാനായിട്ട് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പരമാവധി ബോൾഡായിട്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്താതിരിക്കുക. കാരണം എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ഒരു സമയമല്ല ഇത്. കാരണം എന്തൊക്കെ എക്സ്ക്യൂസ് കണ്ടെത്തി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയാണ് പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സീറ്റാണ് പോകുന്നത്. നമ്മൾക്ക് തന്നെയല്ലേടാ, നമ്മൾ തന്നെയല്ലേ അതിൻ്റെ എല്ലാം ഇതും ഫേസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേറൊരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കേണ്ടതും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡിലേക്ക് പോകേണ്ടതും ഒക്കെ നിങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോ എക്സ്ക്യൂസ് കണ്ടെത്തി നമ്മുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാതെ നിങ്ങൾ അതൊക്കെ ഓവർകം ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാം ടഫാണെന്ന് വിചാരിച്ച് ഒന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. ഇത് നമുക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. കാരണം ഇപ്പോൾ 11th 12th പഠിച്ചിട്ട് നിങ്ങൾക്ക് നേരെ ഇപ്പോൾ ഒരു കോച്ചിങ്ങിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതേപോലൊരു ഫേസിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. 10ഉം 12ഉം ചാപ്റ്റർ മാക്സിമം ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മോഡൽ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ലെവലിൽ നിന്ന് 36 ചാപ്റ്റർ ക്ലബ് ചെയ്ത് വരുന്നൊരു ഇതിലേക്ക് നിങ്ങൾ എത്തിയേക്കാണ്. അതായത് ഒരു സബ്ജക്റ്റിലെ 36ഉം 37ഉം ചാപ്റ്ററും ക്ലബ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഈ ഒരു എക്സാം വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ പഠിച്ചെടുത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇക്വേഷൻസ് ഒക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബയോളജിയുടെ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. മാർക്ക് തൽക്കാലം മൈൻഡ് ആക്കാൻ നിൽക്കേണ്ട. നമ്മളിപ്പോൾ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരിപ്പം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. റിപ്പീറ്റേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ഇതിനെപ്പറ്റിയൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടുള്ളൊരു പ്രയോജനമേ ഉള്ളൂ. ഇപ്പോൾ റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ആദ്യമായിട്ട് ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കടിച്ചു പിടിച്ചൊക്കെ സമാധാനപ്പെട്ട് നിൽക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കാം. എന്നല്ല, നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരമാവധി കൂളായിട്ടൊക്കെ പോയി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ആകെ ഒരു മോഡലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഒരു മാസം ഫുള്ള് നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും. അപ്പം ചെയ്ത് ആ ഒരു ട്രാക്കിലോട്ട് നിങ്ങൾ വന്നോളും. മാർക്കൊന്നും മൈൻഡ് ആക്കണ്ട. പരമാവധി കൂളായിട്ടിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ബയോളജി ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. അങ്ങനെയൊക്കെ മതി. നിങ്ങൾ പഠിച്ചൊരിടത്തു നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുമടാ. ഇൻ കേസ് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടില്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തില്ലേടാ, ഇതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ പ്രാർത്ഥിക്ക്. അത്യാവശ്യം ഒരു സമാധാനപ്പെട്ടൊക്കെ ഇരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും മെയ് 4-ാം തീയതി വരെയുള്ള ഒരു കഷ്ടപ്പാടല്ലേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് അതൊന്ന് പഠിച്ച് അതിലേക്ക് എത്തിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.